സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രഥോത്സവം നടക്കാൻ പോകുന്ന, രഥങ്ങൾ ഉരുളാൻ പോകുന്ന കൽപ്പാത്തിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. നമുക്ക് കൽപ്പാത്തി രഥോത്സവത്തെ കുറിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ എനിക്കൊപ്പം ഉള്ളത് രാജേന്ദ്ര വർമ്മ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടൻ ഈ ട്രസ്റ്റി കുടുംബാംഗമാണ്. ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടും ഈ രഥോത്സവവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സമിതിയുടെ ട്രസ്റ്റി കുടുംബാംഗമാണ്. ചേട്ടൻ നമസ്കാരം. എന്താ ഈ രഥോത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? രഥോത്സവത്തിന്റെ ആരംഭിച്ചു. അപ്പൊ ഞങ്ങൾ നോട്ടീസൊക്കെ അടിച്ച് വിതരണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 4 ക്ഷേത്രക്കാരും കൂടി ഒരു പ്രകാശനം ഉണ്ടായിരുന്നു. അതായത് വിശ്വനാഥസ്വാമി വിശാലാക്ഷി ക്ഷേത്രത്തിന് പുറമെ മന്ദക്കര ഗണപതി ക്ഷേത്രം, പിന്നെ പെരുമാൾ ക്ഷേത്രം, അത് കഴിഞ്ഞ് പ്രസന്ന ഗണപതി, ഇങ്ങനെ ബ്രാഹ്മൺസിന്റെ 3 ക്ഷേത്രങ്ങളും ഞങ്ങളുടെയും കൂടി ചേർന്ന് 4 ക്ഷേത്രങ്ങളാണ് ഈ രഥോത്സവം നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രകാശനം എല്ലാവരും കൂടി ചേർന്നുള്ള അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിന്റെ അങ്ങനെ ഓരോരുത്തർ അവരവരുടെ ക്ഷേത്രത്തിന്റെ നോട്ടീസ് അടിക്കും. ഞങ്ങളുടെ അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ആരംഭിക്കാൻ പോവാണ് ഇതിന്റെ ഇതെല്ലാം. അതായത് നവംബർ 6-ാം തീയതി തൊട്ട് ഞങ്ങൾക്ക് ആരംഭിക്കും. 6-ാം തീയതി വൈകുന്നേരം വാസ്തുബലിയും പൂജയും അതൊക്കെ ഉണ്ട്, കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അതിനു മുന്നേ നമുക്ക് ഈ രഥങ്ങളൊന്നും കാണാം. അപ്പൊ രഥങ്ങള് അണിഞ്ഞൊരുങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ രഥം. അതായത് ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ഇരിക്കുന്ന രഥമാണ്. അതായത് പ്രദർശനത്തിന് കൊണ്ടുപോകുമ്പോൾ, ഗ്രാമപ്രദർശനത്തിന് കൊണ്ടുപോകുമ്പോൾ അപ്പൊ ശ്രീ വിശാലാക്ഷി അമ്മ വിശ്വനാഥസ്വാമിക്ക് ഇരിക്കാനുള്ള രഥമാണ് ഇത്. നമ്മളിത് കാണുമ്പോൾ ഇത് കുറച്ചുകൂടി വലുതാവും. ഇതെല്ലാം പൂവെല്ലാം കെട്ടി വരുമ്പോ ഏകദേശം 10-20 അടി 20 അടുത്ത് ഹൈറ്റ് വരും. ഇത് ഇവിടെ വെച്ചിട്ട് തന്നെയാണോ? ഇതിവിടെ നിർത്തിക്കൊണ്ട് മാത്രമേ ഇതിനെ അണിഞ്ഞൊരുക്കാൻ പറ്റുള്ളൂ. കാരണം ഈ വിഗ്രഹം കയറ്റാനുള്ള സ്റ്റെപ്പാണത്. ഓക്കെ, ഈ സൈഡിൽ കാണുന്നല്ലേ? ഇതിൽ കൂടെ തന്നെ വിഗ്രഹം കയറ്റിയാണ്. ഇതിൽ കൂടെ തന്നെ ലാസ്റ്റ് ഇറക്കിയിട്ട് ഇവിടുന്ന് അഴിച്ചിട്ട് ഇതേ ഇവിടെ വയ്ക്കും. അവസാനം ഇതിനെ പറയണ തേരുമുട്ടി എന്നാണ് പറയുന്നത്. തേരുമുട്ടി. അത് കഴിഞ്ഞ് 2ാമത്തെ രഥമാണ് ഇത്. ഈ രഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിനായകനുള്ള രഥമാണ്. വിനായക സ്വാമിക്ക്, അതായത് മകൻ. ഇതാണ് ആദ്യം വലിക്കുക, വിഘ്നങ്ങളൊക്കെ മാറ്റി ആദ്യം വലിച്ചു നീട്ടുന്ന, കുറച്ചെങ്കിലും വലിച്ചു നിർത്തുന്ന രഥം ഈ വിനായകന്റെ ഗണപതി രഥമാണ് ആദ്യം വലിക്കുക. ഇത് 3ാമത്തെ രഥമാണ്. ഈ 3ാമത്തെ രഥത്തിൽ അതായത് സുബ്രഹ്മണ്യനും വള്ളി ദൈവാനും. ഇതാണ് ഞങ്ങളുടെ 3 രഥങ്ങൾ. ഈ 3 രഥങ്ങളാണ് ആദ്യം ഒന്ന് അനക്കി കൊടുക്കുന്നത് വിനായകന്. അത് കഴിഞ്ഞ് അത് മാറിക്കഴിഞ്ഞാൽ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി നേരെ ഇവിടുന്ന് മന്ദക്കര വരെ യാത്ര ചെയ്യുന്നു. പകുതിക്ക് പകല് സ്റ്റാർട്ടിങ്ങിൽ. അത് കഴിഞ്ഞ് വൈകുന്നേരം യാത്ര ചെയ്ത് അവിടെ എത്തി തിരിച്ചു വരും. എങ്ങനെയാണ് ഈ രഥോത്സവത്തിന്റെ ചടങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മള് തമിഴ്നാട്ട് സ്റ്റൈലിൽ, അതായത് പിന്നെ മയിലാടുംതുറൈ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ബ്രാഹ്മൺസാണ് അധികം ഇവിടെ ഉള്ളത്, അഗ്രഹാരത്തിലുള്ളത്. അപ്പൊ അവർ അവിടുത്തെ ചിട്ട വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ രഥോത്സവം അവിടെ എങ്ങനെ നടക്കണോ അതേ ചിട്ടയിലാണ് ഇവിടെ കൽപ്പാത്തി നടക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ ഇതിനും വലിയൊരു രഥോത്സവം വേറെ എവിടെയില്ല. പുരി ജഗന്നാഥ കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ രഥോത്സവമാണ് നമ്മുടെ കൽപ്പാത്തി രഥോത്സവം. ഇത് 3 ദിവസമാണ് ഇതിന്റെ. അതായത് 13 നവംബർ 13 രഥം ഉരുളാൻ തുടങ്ങിയാൽ 14-15 15-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് 5 രഥങ്ങൾ ഇവിടെ സംഗമിക്കും. അത് തന്നെയാണ് ഈ സ്ഥലം, ഈ സ്പോട്ടിൽ വന്ന് സംഗമിക്കുന്നത്. അതില് മന്ദക്കര ഗണപതി രഥം മാത്രം തിരിച്ചവിടെ പോയി നിൽക്കും. ബാക്കി അതിന് ചരിത്രമുണ്ടോ? അത് അങ്ങനെ അച്ഛനെ കണ്ട് മകൻ തിരിച്ചു പോവാണ്. ഒരു ദിവസം രാവിലെ നിൽക്കുന്നു, തിരിച്ചു പോകുന്നു വൈകുന്നേരം. ഈ 3 ദിവസവും ചലിക്കുന്ന രഥങ്ങൾ വിശ്വനാഥസ്വാമിയുടെ രഥങ്ങളാണ്. ഈ വലിയ രഥം എല്ലാം ഈ 3 ചലിച്ചുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം 14-ാം തീയതിയാണ് മന്ദക്കര ഗണപതി ചലിക്കുക. അവര് വന്ന് അച്ഛനെ കണ്ട് തിരിച്ചു പോകുന്ന അവിടെ തിരിച്ചു പോകുന്നു. ബാക്കി 2 രഥങ്ങളോ? ബാക്കി രഥങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ തിരിഞ്ഞു പോയിട്ട് ഈ ഗ്രാമം മൊത്തം ഇവിടം കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ഈ പറയണ പെരുമാൾ കോവിലിന്റെ അവിടെയും പോയിട്ട് അവിടുന്ന് ഈ പറയണ ഒരു ഗണപതിയും കൂടി ഉണ്ട്, പ്രസന്ന ഗണപതി എന്ന് പറഞ്ഞ ചാത്തപ്പുരം. ആ ചാത്തപ്പുരത്തും പോയിട്ട് അവരെല്ലാവരും കൂടി കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ടാണ് ഇവിടെ സംഗമിക്കുന്നത്. അപ്പൊ ഈ 3 ദിവസവും ചലിക്കുന്ന രഥം ഈ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി രഥങ്ങളാണ്. ബാക്കിയുള്ളവർക്ക് റോള് പിന്നെ 14-ാം തീയതി 15-ാം തീയതി ആയിട്ട് കാണാൻ വരുന്നത് പോലെ റോളാണ് അവർക്ക്. ഓരോ ദിവസം അവർ ഇടുകയാണ്. ഇതിന് പിന്നിലൊരു ഐതിഹ്യം എന്താണ്? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം വന്നതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 600 വർഷം മുമ്പ് 1424 ആ സമയത്ത് ഈ പുഴയുടെ ഓരത്തേക്ക് ഒരു ബ്രാഹ്മണ സ്ത്രീ കാശിയിൽ നിന്ന് വരുമ്പോൾ ഒരു ബാണലിംഗം
എടുത്ത് ഇവിടെ വരികയാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പാലക്കാട് രാജാവാണ്, അന്ന് രാജാവ് ഭരിക്കുന്ന സമയം, ശേരിശേഖരവർമ്മ വലിയ രാജാന്ന് പറയും. ആ രാജാവിനോട് അഭ്യർത്ഥിക്കുകയാണ്, എനിക്ക് ഈ പുഴ ഓരത്ത് ഇതിനെ വെച്ച് പ്രതിഷ്ഠിച്ച് പൂജിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഒരു ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാജാവ് വളരൊരു രാജാവായിരുന്നു. അത് സ്നേഹസമ്പന്നനായിരുന്നു, വളരെ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. അയാളെ ഏറ്റവും വലിയ സുഹൃത്തായ വലിയ കോണിക്കടം, അതായത് എൻ്റെ തറവാട്ടിലെ കാരണവരെ വിളിച്ച്, അയാളുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. അയാളെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇട്ടിക്കൊമ്പിച്ച് എന്നാണ് അയാളുടെ പേര്. അയാളെ വിളിച്ച് പറയാണ്, നീ ഇവർ പറഞ്ഞ പോലെ ഇവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞു കൊടുക്കണം. അങ്ങനെ 1424 തുടങ്ങി 25 ക്ഷേത്രത്തിന്റെ പണി അവസാനിച്ചു. അവസാനിച്ച് പോരല്ലോ, അവസാനിച്ചാൽ പോരാ, നീ ഇതിനെ പരിപാലിക്കാൻ വളരെ നല്ല മനസ്സോടുകൂടി രാജാവ് 4000 ഏക്കർ ഭൂമി ശിവന്റെ പേരിൽ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഹേമാംബിക ഭഗവതി എന്ന് പറയും, കൈപ്പത്തി ക്ഷേത്രം, അവരെയും ഒരു വ്യക്തിയും കൂടി ജാമ്യം നിർത്തിക്കൊണ്ട് ഇയാൾ കൊടുക്കുകയാണ്. ഇത്രയും ഈ പറക്കുള്ള കൃഷി ഈ ഭഗവാന് വേണ്ടി ഞാൻ കൊടുക്കുന്നു. അങ്ങനെ അത് വെച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ ഇവിടെ പൂജിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന തമിഴ്നാട്, ഈ പറഞ്ഞ മയിലാടുംതുറൈ, അവിടെ നിന്നെല്ലാം ബ്രാഹ്മിൻസിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ രീതിയിലാണ് പിന്നെയുള്ള എല്ലാ പൂജാകർമ്മങ്ങളും. ഇത് വളരെ വ്യത്യസ്തമാണ്. പാലക്കാടിനെ 2 ക്ഷേത്രം ഉണ്ടാവുള്ളൂ ഈ രീതിയിലുള്ള പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് കുറെ പേർക്ക് ഇവിടുത്തെ പൂജാകർമ്മങ്ങൾ വലിയ ഇഷ്ടമാണ്. അതെ, നമ്മളിപ്പോ ഞാൻ നേരത്തെ വന്നപ്പോ തന്നെ കണ്ടു ആ ഒരു തമിഴ്നാട് ആംബിയൻസ് കിട്ടുന്നുണ്ട്. അതൊരു വലിയ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതായത് ചിലപ്പോ ഇവരല്ലാതെ വേറൊരു പൂജ കഴിക്കാൻ എന്താണെന്ന് അറിയില്ല, അവർക്ക് വലിയൊരു താല്പര്യമാണ് ഇവരുടെ പൂജാകർമ്മങ്ങളും ഇവരുടെ ചിട്ടവട്ടങ്ങളും. അതുകൊണ്ട് ഈ 2 ക്ഷേത്രത്തിൽ ചിട്ടവട്ടങ്ങൾ തന്നെ വ്യത്യാസമാണ്. രഥോത്സവ സമയമായാലും സാധാരണ പൂജ ആയാലും പ്രസാദ വിതരണമായാലും എല്ലാം ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ രഥോത്സവം ഏകദേശം ഒരു 200 കൊല്ലം മുമ്പാണ് ആരംഭിക്കുന്നത്. അതായത് 600 വർഷമായെങ്കിലും 200 കൊല്ലത്തിന് മുന്നോടിയായിട്ടാണ് ഈ രഥത്തിന്റെ, അതായത് ഈ പറഞ്ഞ മയിലാടുംതുറൈ ആ സ്റ്റൈലിലുള്ള തമിഴ്നാട് സ്റ്റൈലിലുള്ള രഥോത്സവം ഇവിടെ ആരംഭിക്കുന്നത്. അന്നൊക്കെ ഈ 3 രഥങ്ങളെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാലഘട്ടങ്ങളായിട്ടാണ് ഈ മന്ദക്കര ഗണപതി, പിന്നെ പെരുമാൾ കോവിലിന്റെയും പ്രസന്ന ഗണപതിയൊക്കെ പിന്നെ കാലഘട്ടങ്ങളിൽ ഓരോ അടുത്ത കാലഘട്ടങ്ങളൊക്കെ വന്നതാണ്. അപ്പൊ ആദ്യം ഈ 3 രഥങ്ങൾ മാത്രം. അതിന് ഏകദേശം 200 വർഷത്തിൽ കൂടുതൽ അല്ല, പക്ഷെ മാറ്റിയിട്ടുണ്ട്. ഇതൊരു പുതിയ രഥമാണ്. ഇത് ഏകദേശം ഒരു 10-30 വർഷമായി ഉണ്ടാകും. ഇതൊരു പുതിയ രഥമാണ് ഉണ്ടാക്കിയത്. ഇതിന് നമ്മള് ഗവൺമെന്റ് മരം ഫോറസ്റ്റ് തന്ന് നമ്മൾ ആളെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഇത് ഉണ്ടാക്കിയ വ്യക്തികൾ ഇവിടെ തന്നെ ഉണ്ട്, ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്, ഇന്ന് വന്നു പോയി അവരുടെ തലമുറ. അതായത് ഈ രഥത്തിന്റെ ഇനിയുള്ള എല്ലാ പണികളും എല്ലാ വർഷവും അവരെ കൊണ്ട് ഞങ്ങൾ ചെയ്യും. ഇതിന്റെ അതായത് മെയിൻ്റെനൻസ്, അത് കഴിഞ്ഞ് മുകളിലേക്കുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് അവരെന്നെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ അവകാശങ്ങൾ പോലെയാണ്, അവരുടെ തലമുറ ചെയ്തു വരുന്നത്. ആ വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു, പോയിട്ട്. അതായത് ഇന്ന് വൈകുന്നേരം ഒരു ചടങ്ങുണ്ട്. ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുരനെ നിഗ്രഹിക്കുന്നുള്ള വാഴവെട്ട് എന്ന് പറയും. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാരണവര് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് കാരണം മാനേജിങ്, അതായത് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ സിസ്റ്ററുടെ മാനാണ് ഇപ്പോൾ മാനേജിങ് ട്രസ്റ്റ്, സുജിത് വർമ്മ എന്നാണ് പേര്. പുള്ളി ഇന്ന് ഈ വാഴവെട്ട് ഇവിടുന്ന് രഥത്തിലെ എല്ലാ ദൈവങ്ങളെയും അതിന് വന്നിട്ട് ഗോരഥം എന്ന് പറയും. ഗോരഥം എന്ന് പറഞ്ഞാൽ കാളയെ വെച്ച് ഓട്ടിക്കുന്ന രഥം, ഗോരഥങ്ങളാണ്. അതിനെ പ്രദക്ഷിണം, ഈ ഗ്രാമം മൊത്തം പ്രദക്ഷിണം വെക്കുന്നു. ഇന്ന് ഇവിടുന്ന് ഈ വിഗ്രഹങ്ങളുമായിട്ട് പോയിട്ട് ഈ നമ്മുടെ ഓരോ ബൗണ്ടറി ഉണ്ട്. അപ്പൊ അന്ന് രാജാക്കന്മാർ യുദ്ധം ചെയ്തതിന്റെ ആ ഓർമ്മയ്ക്കായിട്ട് ഈ തല വെട്ടുന്നതിന് പകരം ഇന്ന് വാഴ വെട്ടിയിട്ടാണ് അതിന്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന ശേഷം ഒരു യുദ്ധത്തിന്റെ ഒരു തന്നെ ഉണ്ടാവും. യുദ്ധം പോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഒരു സങ്കല്പം യുദ്ധം ഇവിടെ നടത്തി കാണിച്ചു തരും. അമ്പും വില്ലൊക്കെ വിട്ടിട്ട് അത് വൈകുന്നേരം. ഇത് ഈ നവരാത്രി പൂജയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വാഴവെട്ട്. ഈ രഥോത്സവമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് 6-ാം തീയതി ഇവിടുത്തെ വാസ്തുബലി എന്ന് പറയും. അതായത് ഈ പരിസരം വൃത്തിയാക്കുക, എന്തെങ്കിലും അശുദ്ധികളോ ബാധകളോ ഉണ്ടെങ്കിൽ അതിനെ വൃത്തിയാക്കി അത് 6-ാം തീയതി വൈകുന്നേരം നടത്തിയ ശേഷം 7-ാം തീയതി രാവിലെ ധ്വജം ആരോഹണം എന്ന് പറയും, കൊടി ഉയർത്തുന്നത്. അത് ഏകദേശം 10 to 11 ഈ അമ്പലത്തിലും എല്ലാ അമ്പലത്തിലും ഒരുമിച്ച് 4 അമ്പലത്തിലും ഒരേ സമയത്ത് ധ്വജം ആരോഹണം ചെയ്യും. ആ ധ്വജം ആരോഹണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൽപ്പാത്തി തേര് ആരംഭിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് സന്തോഷമായ ഒരു നിമിഷമാണ്. പിന്നെ അവരൊരു സ്വതന്ത്രമാണ്. അവരിങ്ങനെ രാവും പകലും ഇവിടെ അതിൻ്റെതായ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഗവൺമെന്റിന്റെ ഇതായിട്ട് ഇവിടെ സംഗീതോത്സവങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേരള ഗവൺമെന്റിന്റെ. പിന്നെ ഈ ബാക്കി ഇത് നടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഈ ഗോരഥത്തിലെ എഴുന്നള്ളത്ത് എല്ലാവരും നടത്തും, എല്ലാ ക്ഷേത്രങ്ങളും.
അതില് ഒരു 5-ാം തിരുനാൾ എന്ന് പറഞ്ഞിട്ടൊരു ഉത്സവമുണ്ട്. ആ ദിവസം 5 രഥങ്ങളും ഇവിടെ സംഗമിക്കും ഈ ഒരു റോഡിൽ. ഈ റോഡിൽ 5 രഥങ്ങൾ സംഭവിച്ച് അതായത് അത് 7 മണിക്കൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ 12 മണിയാവും അത് തീരും. ഈ സംഗമിച്ച് തിരിച്ച് പിരിഞ്ഞു പോകുന്നത് അത് വല്ലാത്തൊരു ഇതാണ്. ഈ ഒരു റോഡ് മന്ദക്കരയും ഈ വിശ്വാസസ്വാമി ആയിട്ടുള്ള ഈ റോഡിലാണ് ഇത് സംഭവിക്കുന്നത്. വളരെ അതൊന്നും അതൊക്കെ പറഞ്ഞാൽ അത് വിഷ്വൽ ബ്യൂട്ടി വളരെ ഇതാണ്. മനുഷ്യനെ എന്താ ഭക്തി തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നി തുടങ്ങും. എത്ര നമ്മൾ പിടിച്ചു വെച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു. എത്ര അന്ധവിശ്വാസിയാണ്. അതായത് അത്ര വളരെ വികാരപരിതമായി കാണുന്ന ഒരു രംഗമാണ് അത്. പ്രത്യേകിച്ച് ഇവര് ബ്രാഹ്മൺസിന്റെ വളരെ ഇതായിട്ടുള്ള അവരുടെ ഒരു ആഘോഷം. ഈ രഥോത്സവം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പറ്റാത്തൊരു ഇതാണ്. അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇതിലേക്ക് കേരള ഗവൺമെന്റ് ഒരു ദേശീയ ഉത്സവമായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ ഒരു എല്ലാവർക്കും ലോകം മുഴുവൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഇത്രയും ഇതൊക്കെ വന്നപ്പോൾ നിങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രവർത്തിക്കണമുണ്ട്. ഇത് ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി. അതിന്റെ ഇത് മാറ്റങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ ടൂറിസം വഴി ഇവിടെ കാണുന്നത്. ഇപ്പൊ ഇറങ്ങിപ്പോയ കുറെ വ്യക്തികൾ അവർക്ക് അറിയില്ല. അവർക്ക് കാണണം കൽപ്പാത്തി. അവർ വരികയാണ്. ഇപ്പൊ തൊഴുകാൻ അതിനൊന്നും സൗകര്യമില്ല, അടച്ചു കഴിഞ്ഞു. എന്നാലും കൽപ്പാത്തിയും ഭാരതപ്പുഴയുടെ തീരും ഈ കൽപ്പാത്തിപ്പുഴയും കാണണം എന്നുള്ളതാണ് അവരുടെ വലിയൊരു ആഗ്രഹം. അപ്പൊ അങ്ങനെ വളരെ ഇതായിട്ട് നടക്കുന്ന. അപ്പൊ എന്തായാലും കൽപ്പാത്തി രഥോത്സവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിഞ്ഞത്. നവംബർ 6-ാം തീയതി മുതൽ 16-ാം തീയതി വരെ കൽപ്പാത്തിയിൽ എന്തായാലും ആഘോഷത്തിന്റെ ദിനങ്ങളാണ്. നവംബർ 13 മുതൽ 15 വരെയാണ് ഈ വീഥികളുടെ തേര് ഉരുളാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവണം.